സന്നിധിയായ അല്ലാഹ് എന്ന് വിളിക്കുന്ന നിമിഷത്തിൽ പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അല്ലാഹു പറയും അവനൊന്നിങ്ങ് കൊണ്ടുവാ. അവനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ അല്ലാഹു തആല ചോദിക്കും, കൈഫ വജത്ത മക്കാനക്, എങ്ങനെയുണ്ടായിരുന്നു നരകമെന്ന്. അവൻ പറയും, വജത്തുഹു അശർറ മക്കാൻ, പടച്ചോനെ അവിടെ വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹു പറയും, എന്നാ ഒന്നുകൂടെ അങ്ങോട്ട് തന്നെ പോയിക്കോ. അവൻ ഇങ്ങനെ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കും, പ്രതീക്ഷയുടെ ഒരു നോട്ടം നോക്കും. അല്ലാഹു അവനോട് ചോദിക്കും, ലിമ തൽതഫിതു ഇലയ്യ, 1000 കൊല്ലം നരകാവകാശിയായി പോയ മനുഷ്യനോട് അല്ലാഹു ചോദിക്കും, ലിമ തൽതഫിതു ഇലയ്യ, എന്തേ ഇങ്ങോട്ടൊരു നോട്ടം നോക്കിയത്? ദുനിയാവിൽ നോക്കാൻ സമയം കിട്ടാതെ പോയവര്, ദുനിയാവിൽ അല്ലാഹുവിനെ ഓർക്കാൻ സമയം കിട്ടാതെ പോയവര്, അവര് മഹ്ശറയിൽ വെച്ച് പരാജയപ്പെടുന്ന നിമിഷത്തിൽ അവരിങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കും. അവര് പറയും, പടച്ചോനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ എന്നെ അങ്ങോട്ട് തിരിച്ചയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല റബ്ബേ. അല്ലാഹു തആല പറയും, ഉദ്ഖുലുൽ ജന്ന, നീ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിച്ചവനല്ലേ, നീ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് അല്ലാഹു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസീക തസ്തുറുനി, നമ്മൾ തെറ്റ് ചെയ്താലും മൂടി വെക്കുന്നവൻ അവനാ മുഅ്മിനീങ്ങളെ. അൻസാക തദ്കുറുനി, പടച്ചോനെ ഞങ്ങൾ നിന്നെ മറന്ന സമയം ഉണ്ടായല്ലോ റബ്ബേ, നീ ഞങ്ങളെ മറന്നില്ലല്ലോ റബ്ബേ. വകൈഫ അൻസാക യാ മൻ ലസ്ത തൻസാനി, ഒരു നിമിഷം പോലും എന്നെ മറന്നു പോകാത്ത അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുത്തരെയും മറന്നു പോകാത്ത റബ്ബേ, ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾ ചോദിക്കാതെ റത്തന്ന റബ്ബേ, ഞങ്ങളെ ആയുസ്സിൽ കിട്ടിയ നിഅമത്തൊക്കെയും അല്ലാഹുവേ നീ ഫ്രീ ആയി തന്നതാണ്, ചോദിച്ചിട്ട് തന്നതല്ല, ദുആന്റെ ഫലമല്ല, നീ ഫ്രീ ആയി തന്നതാ അല്ലാഹുവേ. ജനിക്കുന്ന സമയത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ നിഅമത്തായ തൗഹീദ് പോലും ഞങ്ങൾക്ക് തന്നു അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിൽ ഒരാളായി ഞങ്ങളെ വെച്ചു തന്നു.